ആരെന്ത് പറഞ്ഞു എനിക്കെന്താ, നിങ്ങൾ പലതും പറയും. പറഞ്ഞു ചിലപ്പോൾ കുറച്ചുകൂടെ കഴിഞ്ഞ് ചോദിക്കും എന്തോടെ എന്നാ പറയുന്നതെന്ന് ഞാൻ ചോദിച്ചു എന്ന് വരാം. ബട്ട് ഐ എം നോട്ട് ബോതേർഡ്. ബിക്കോസ് അരഗൻസ് ഇല്ലാതെയോ ഒരു വളരെ കൂളായിട്ടുള്ളൊരു ഇന്ന് എൻ്റെ മക്കളോ അല്ല പലരും വളരെ കൂളാണ്. അമ്മ വൈ ഡു യു ടേക്ക് തിങ്സ് കൂൾ, ഓക്കെ. പക്ഷേ അതങ്ങനെ അന്ന് പറ്റില്ല, ഇന്നും പറ്റില്ല. ഇഫ് യു ടേക്ക് തിങ്സ് കൂൾ, കച്ചവടക്കാർ നമ്മുടെ മുകളിൽ കൂടെ അങ്ങ് നടന്നു പോകും. ദേ ആർ ദ ബിഗ്ഗസ്റ്റ് വില്ലൻസ് ഇൻ ദ ഹോൾ വേൾഡ്. ഞാൻ ഒരു സമയത്ത് തോന്നി ബിസിനസ്സുകാരൊക്കെ എൻ്റെ ഫ്രണ്ട്സ് ആണെന്ന്. കുറച്ച് അടുത്ത മിനിറ്റ് മനസ്സിലാക്കി ഇവരാരും നമ്മുടെ ഫ്രണ്ട്സ് അല്ല എന്ന്. തന്നെ കണ്ട തൻ്റെ തോളിൽ കൂടെ കൈയിടും, അങ്ങനെ കണ്ട അങ്ങനെ തോളിൽ കൂടെ കൈയിടും. ഇതൊന്നും അല്ല, നോർത്ത് ഇന്ത്യൻസിനെ കണ്ട അവർ തോളിലായിരിക്കും കൈ, സൗത്ത് ഇന്ത്യൻസ് പുറകെ പോകും, റൈറ്റ്. അപ്പോൾ നമ്മളിവിടെ നോക്കി നിൽക്കും, വേറൊരു കച്ചവടക്കാൻ വരും തോളിൽ കൈയിട്ടിട്ട് അവൻ അങ്ങ് പോകും, നമ്മളിവിടെ പിന്നെയും നോക്കി നിൽക്കുക. എന്നിട്ട് പറയും മാഡം ആപ്കാ ടേസ്റ്റ് ചെയ്ത നെയ്യ്, ടീക്ക് എന്നേ പറയാനൊക്കത്തുള്ളൂ. അതങ്ങനെ 10 പ്രാവശ്യം പോയി പിന്നെയും കേൾക്കും. പിന്നെ എന്തായി, അയാൾ നമ്മളെ വന്ന് വിളിച്ചിട്ട് പോകുന്ന സ്ഥലം വരെ വന്നു. അയാൾ പുറത്ത് ഡിന്നറിന് പോവാം, കൽക്കട്ട സ്ഥലം. അവിടെ പോകുമ്പോൾ ഞാൻ ഫ്രണ്ട്സിൻ്റെ കൂടെ പുറത്ത് പോകും. അപ്പോൾ പോകുമ്പോൾ ഡിന്നറിന് കാണുമ്പോൾ അയാൾ നല്ല കുടിച്ചിട്ടും കുടിക്കാതെയൊക്കെ എൻ്റെ അടുത്ത് വന്ന് എങ്ങനെ വരണമെന്ന് അറിയത്തില്ല. അയാൾ വന്ന് ആ പാത്ത വയ്ക്കുക എന്നൊക്കെ ചോദിച്ചിട്ട് പോകാൻ ഇപ്പോൾ അറിയാം. അന്ന് നിങ്ങളുടെ ടേസ്റ്റ് എനിക്കില്ല എന്ന് പറയുന്ന വ്യക്തിയായിരിക്കാം. പിന്നെ വേറെ ഇവിടെ സൗത്ത് ഇന്ത്യയിൽ വീവിങ് സെക്ടറിലുണ്ടായിരുന്നവർ എന്നെ പുറത്തെടുത്ത് നിർത്തും. നിങ്ങൾ വാങ്ങിക്കുന്നില്ല എന്ന് വെച്ചാൽ കംപ്ലീറ്റ് തമിഴ്നാടും ഹൈദരാബാദും ടേസ്റ്റ് നമുക്ക് കൈവയ്ക്കാനേ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ളിടത്ത് എനിക്ക് പോയി വാങ്ങിക്കാനൊക്കത്തില്ല, റേറ്റും കൂടുതലായിരിക്കും, വാങ്ങിക്കാനൊക്കത്തില്ല. അപ്പം ഞാൻ കയറാതിരിക്കത്തില്ല, കയറിയൊക്കെ എടുത്തൊക്കെ കഴിഞ്ഞിട്ട് 2, 4, 10, 15 എടുത്തിട്ട് ഇറങ്ങും. പിന്നെ 2 പ്രാവശ്യം 4 പ്രാവശ്യമൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ അയാൾ നമ്മളെ ടേബിളിൽ ഇരുത്തി വർത്താനം പറയിക്കും. സെലക്ഷൻ മോഡിലാണെങ്കിൽ താഴെ ഓഫീസിൽ, ഞാൻ ഓഫീസിലൊന്നും കയറത്തില്ല, നേരെ പോവും. അല്ല അവിടെ നേരെ ഞാൻ ഗോഡൗണിലായിരിക്കും എൻ്റെ അവസ്ഥ. ഇഫ് നോട്ട് ദ വീവർ ഐ ബി ഇൻ ദ ഗോഡൗൺ. അവിടെ ഇരുന്ന് എടുത്തിട്ടായിരിക്കും ഞാൻ ഇറങ്ങുന്നത്. ഏത് പുതിയ സ്ഥലത്താണെങ്കിൽ പോലും ഐ വെഞ്ചർ ഇൻ, ആരും ഒന്നും പറയത്തില്ല. അപ്പോൾ ഇയാളാണ് എന്നെ ഓഫീസിൽ പിടിച്ചിരുത്തി ഇയാളടുത്ത് കഥ പറയണം, പറഞ്ഞിട്ടേ മുകളിൽ പോകാനൊക്കത്തുള്ളൂ. ശരി, ചിലപ്പോൾ ഇനി അനിയനാണോ ചേട്ടനാണോ, 2 പേരുണ്ട്, ചേട്ടനാണോ അനിയനാണോ ആളെന്ന് എനിക്ക് അവിടെ മനസ്സിലാകുന്നില്ല. അനിയന്മാർ സംസാരിക്കാറില്ല, അടുത്ത ക്യാബിനിൽ ഇരിപ്പുണ്ടെന്ന് എനിക്ക് പലപ്പോഴും അറിയാം. ഞാനിങ്ങനെ എത്തിയൊക്കെ നോക്കാറുണ്ട്. പക്ഷേ ഇയാൾ വർത്താനം പറഞ്ഞോ ചിരിച്ചോ മുഖം നോക്കിയോ കണ്ടിട്ടില്ല, അറിയില്ല ഇയാൾ ഇതിലാരാ കൺട്രോൾ ആറ്റുകയില്ല എന്നും എനിക്കറിയില്ല. എന്തോ ചേട്ടൻ വിളിക്കുന്നു, അവിടെ ഇരുന്ന് വർത്താനം പറഞ്ഞു. അപ്പോൾ നിങ്ങൾ പറയുന്നത്, നിങ്ങൾ എടുക്കുന്നതൊന്നും ശരിയല്ല, നിങ്ങൾ ഇത്രയൊന്നും എടുത്താൽ പോരാ, ഇങ്ങനെയൊന്നുമല്ല നിങ്ങൾ ഡീൽ ചെയ്യേണ്ടത്. ശരി, എല്ലാ തെറിയും കേൾക്കും. കേട്ട് കഴിഞ്ഞ് നമ്മൾ ജോലിക്ക് പോകും, പിന്നെയും തെറി കേൾക്കും, എടുത്തിട്ട് വരും. പിന്നെ എൻ്റെ സ്റ്റാഫ് കൂടെ, ആദ്യം ഞാൻ 10 വർഷം തന്നെയാണ് ജോലി ചെയ്തത്. പിന്നെ സ്ലോലി ബിഗാൻ ടു ട്രെയിൻ സ്റ്റാഫ് വിച്ച് ടുക്ക് മീ 10 years. അപ്പോൾ എനിക്ക് അച്ഛനോ അല്ലെങ്കിൽ എൻ്റെ മദറിനിലേക്കൊക്കെ ഒരു ദിവസം സിക്കാണെങ്കിൽ ലീവ് എടുക്കാനൊക്കത്തില്ല. സോ ഐ സ്റ്റാർട്ടഡ് ടു ട്രെയിൻ മൈ സ്റ്റാഫ് വിച്ച് ടുക്ക് another 10 years. അപ്പോൾ 20 years ഫുൾ ഞാൻ തന്നെയാണ് 100% തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ സ്റ്റാഫ് പറയും എനിക്ക് വേണ്ട ബിനമ്മ, ബിക്കോസ് ഇത് കാഞ്ചീപുരം വിലയുടെ അത്രയായി, ഈ വില കൊടുത്താൽ ഞാൻ ഒറിജിനൽ കാഞ്ചീപുരം അതിനപ്പുറം ഞാൻ എടുത്തോളൂ. ഞാൻ പറഞ്ഞാൽ നോക്ക്, നന്നായില്ലേ, താൻ എന്തുകൊണ്ട് ഇത് എടുക്കുന്നില്ല? ബിനമ്മ 1000 രൂപ കൂടുതൽ കൊടുത്താൽ ഞാൻ കാഞ്ചീപുരം സാരി എടുക്കാം എന്നാണ് അയാളുടെ ന്യായം. ഇതൊക്കെ കഴിഞ്ഞു, വർഷങ്ങൾ പാസ്സായി, എല്ലാം കഴിഞ്ഞ് കൊറോണ വന്നു പോയി. അയാളിടയ്ക്ക് എൻ്റെ കടയിൽ വന്ന് ഡിസൈൻ തരാമെന്ന് വേണ്ടൊക്കെ ചോദിച്ചു, ഞാനൊന്നും അനങ്ങിയില്ല. ഇന്ന് അയാൾ എൻ്റെ കാലി വീഴും. ഒരു വർഷം 15 പ്രാവശ്യം എന്ന് പറഞ്ഞാൽ ഒട്ടും കുറവല്ല. വേണേൽ വീഴുന്ന സ്റ്റില്ല് വേണേൽ എടുത്ത് കാണിച്ചു തരാം. ആളെൻ്റെ കാല് ചോദിക്കാൻ ഇപ്പോൾ ഫോൺ ചെയ്താൽ മതി. അയാളുടെ ഭാഷയിൽ അയാൾ പറയും നിങ്ങളാണ് എൻ്റെ ദൈവം, നിങ്ങളാണ് എല്ലാം എനിക്ക് ചെയ്തു തരുന്നത്. അയാളുടെ ഭാഷ പറഞ്ഞു, അവനെ ഓൺ ചെയ്ത് അയാൾ ഓട്ടോമാറ്റിക്കലി പറഞ്ഞോളൂ. ബിക്കോസ് അതാണ് അവസ്ഥ. സോ അവർ തിരിയുന്നത് ഞാൻ കാണുന്നുണ്ട്. ബിക്കോസ് ഞാൻ പോകേണ്ടത് എനിക്ക് എവിടെയെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന സ്ഥലത്തേ ഞാൻ പോകുള്ളൂ. എല്ലാ സ്ഥലത്തും എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. സൂറത്ത് യു ക്യാൻ നോട്ട് പ്ലേ യുവർ ട്രിക്സ്, നോ. അപ്പോൾ എവിടെ ട്രിക്ക് പ്ലേ ചെയ്യാൻ അവിടെ പോയി നിൽക്കും, ട്രിക്ക് പ്ലേ ചെയ്യാൻ പറ്റുന്നിടത്ത് പോയി നിൽക്കും. കേൾക്കുന്നവരടുത്ത് പറയാം. ഈ ഒരാൾ എൻ്റെ പേരും പറഞ്ഞ് ഇന്ത്യ മുഴുവൻ വെക്കുന്നുണ്ട്. ആൻഡ് ഹീ ടെൽസ് മീ ഓൾസോ. അപ്പോൾ എന്നെ പണ്ട് ഈഗോയിസ്റ്റിക്കായിട്ട് വിചാരിച്ചിരുന്ന ചെന്നൈയിലെ ചെറിയ ഡീലേഴ്സൊക്കെ ഉണ്ട്, ഓരോ ബൊട്ടിക് ടൈപ്സ് ഓഫ് കടയൊക്കെ ഉള്ള ഓരോരുത്തരുണ്ട്. അവരെന്നെ കണ്ടാൽ പുല്ല് വിലയായിരുന്നു. ഇപ്പോൾ അവർ വരെ എൻ്റെ ഡിസൈൻ ആണെന്ന് പറഞ്ഞ് എടുത്തിട്ട് പോകും. എവറിബഡി വിൽ ഹാവ് ടു റെസ്പെക്ട് ദ ഡിസൈൻ ആൻഡ് ദ സ്റ്റഫ് ആൻഡ് ദ പ്രൊഡക്ഷൻ. ബീനമ്മയുടെ പ്രൊഡക്ഷനാണോ അയച്ചേരെ, ദാറ്റ്സ് ദ സ്റ്റാൻഡേർഡ്സ്. ബീന കണ്ണൻ എന്ന് പറയും ഇപ്പൊ നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു ഇമേജ് ഭയങ്കര ബോൾഡ് ആയിട്ടുള്ള സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ബിസിനസ് വുമൺ ആണ്.
പക്ഷെ കുറെ നാൾ മുന്നേ അങ്ങനെ ഒരാളല്ല. അച്ഛൻ പറയുന്നത് മാത്രം കേട്ട് അല്ലെങ്കിൽ ഹസ്ബൻഡ് പറയുന്നത് മാത്രം കേട്ട് ജീവിച്ചിരുന്ന ഒരു സ്ത്രീ, സാധാരണ സ്ത്രീ എന്നും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ എങ്ങനെയായിരുന്നു? വാസ് ഇറ്റ് ഈസി? ആ ഒരു ട്രാൻസ്ഫോർമേറ്റീവ് പ്രോസസ് എങ്ങനെയായിരുന്നു? പണ്ട് തനിയെ ട്രാവൽ ചെയ്യാനോ ഒന്നും അച്ഛൻ സമ്മതിക്കില്ല. കല്യാണം കഴിച്ച് ഭർത്താവ് ഉണ്ടെങ്കിൽ നീ പോയിക്കോ, ഭർത്താവിനെ വിളിച്ചിട്ട് എവിടെ വേണേലും പൊക്കോ, തന്നെ പോകാന്നുള്ളൊരു ക്വസ്റ്റ്യൻ അവിടെ ഇല്ല. അച്ഛനും സമ്മതിക്കത്തില്ല. ആ സ്ഥിതിക്ക് എനിക്ക് തോന്നുന്നില്ല എൻ്റെ ഭർത്താവും സമ്മതിക്കുമെന്ന്. ഇന്നത്തെ പോലെ അല്ല, ഇറങ്ങി വിട്ടിട്ട് നീ എവിടെ വേണമെങ്കിലും പൊക്കോ, നിൻ്റെ ജോലി കഴിഞ്ഞ് നീ വന്നാൽ മതി എന്നൊന്നും പറയുന്ന ഒരു അവസ്ഥയല്ല അന്ന്. വിടുകയില്ല ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ. സോ ഐ വാസ് അറ്റ് ദ മേഴ്സി ഓഫ് മൈ ഹസ്ബൻഡ്. എനിക്ക് എവിടെയെങ്കിലും പോകണേ പുള്ളിയുടെ കൈയും കാലും പിടിച്ച് ഞാൻ നിൽക്കേണ്ടി വരും. 3 മാസം 6 മാസമൊക്കെ നിന്നാലേ ചിലപ്പോൾ ഒരു പർച്ചേസിന് ഇറങ്ങാനൊക്കത്തുള്ളൂ. ഐ യൂസ് ടു റിഗ്രറ്റ് ലാസ്റ്റ്ലി, അയ്യോ എത്ര ദിവസമായി ഞാൻ ചോദിക്കുന്നു, എനിക്ക് പോകാൻ പറ്റുന്നില്ലല്ലോ എന്ന്. പർച്ചേസ് എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ സെക്ടർ ഒരു സീസണിൽ ചെയ്യണം. ഐ വോണ്ട് ഇപ്പോൾ ഒരു 10 മിനിറ്റ് പോലും ഞാൻ കളയില്ല എന്തെങ്കിലും ജോലി ചെയ്യണമെങ്കിൽ. അതുപോലൊന്നും ഒന്നും പറ്റില്ല, തന്നെ വിടില്ല. അപ്പൊ ഈ ട്രാൻസ്ഫോർമേഷൻ എങ്ങനെയായിരുന്നു? ഈ ഒരു ഇന്നത്തെ ഒരു ബോൾഡ് അവസ്ഥയിലേക്ക് എങ്ങനെ എത്തിയത്? പണ്ട് മീനാക്കണ്ണൻ എന്ന് പറഞ്ഞ ഒരാളേ ഉണ്ടായിരുന്നില്ല. ഇറ്റ് വാസ് ജസ്റ്റ് ഡോട്ടർ ഓഫ് തിരുവെങ്കിടം ആൻഡ് വൈഫ് ഓഫ് മിസ്റ്റർ വീരയ്യ. അത് കഴിഞ്ഞ് 1980 വെൻ ഐ ടുക്ക് ദ ഹെം ഓഫ് അഫെയർസ്, ദെൻ ഓൺലി ഐ ബിക്കം സ്ലോലി ബോൾഡ് ടു ആൻസർ ദ ക്വറീസ് ആൻഡ് അങ്ങനെ. ബിക്കോസ് ഇപ്പോൾ 80-ൽ എൻ്റെ അഡ്വർടൈസ്മെൻറ്റ് ഏജൻറ്റ് എൻ്റെ ഫാമിലി ഫ്രണ്ടാണ്. പുള്ളി വയ്ക്കും, പിന്നെ അവരിവരൊക്കെ എന്തൊക്കെയോ ചെയ്യുന്നു, പിന്നെ എന്താ ചെയ്യാത്തത്? അന്ന് 1 ലക്ഷം രൂപയ്ക്ക് ഒരു ഇൻവിറ്റേഷൻ അടിക്കാൻ പോലും എൻ്റെ കാണത്തില്ല. സാരീസ് ടെമ്പിൾ ഓഫ് സിൽക്സ് തുടങ്ങുന്ന സമയത്ത് എറണാകുളത്ത്, ദാറ്റ്സ് അവർ ബ്രാൻഡ് ഫോർ സിൽക്ക് സാരീസ് അറ്റ് ദാറ്റ് ടൈം. അപ്പോൾ അന്ന് 1 ലക്ഷം രൂപ ഒരു ഇൻവിറ്റേഷൻ അടിക്കാൻ എൻ്റെ കയ്യിലില്ല. അത് കസിൻസിനോടോ കടം കൊടുത്തവരോടൊക്കെ ചോദിച്ചാൽ അത് വലിയ കുറ്റമായിപ്പോയി. അപ്പം ഞാൻ പറഞ്ഞു ഇൻവിറ്റേഷൻ അടിക്കുന്നില്ല എന്ന് പറഞ്ഞു. യുനോ അങ്ങനെയാണ് അവസ്ഥ. അപ്പം എൻ്റെ ഫ്രണ്ട് ചോദിക്കും, ഏജൻസിയിൽ എൻ്റെ ഫ്രണ്ട് ചോദിക്കും, ആഡ് എടുക്കുന്നില്ലേ ബീന? ഞാൻ പറഞ്ഞു, വിജി ബാക്കിയുള്ളവരുടെ ആഡൊക്കെ കണ്ട് വിജി സന്തോഷിച്ചാൽ മതി, എൻ്റെ നമ്മുടെ ആഡ് ഇപ്പോൾ എടുക്കുന്നില്ല. ആൻഡ് ദാറ്റ്സ് ഇറ്റ്. അപ്പം അങ്ങനെയൊക്കെ പറയാനും പഠിക്കാനും, വൺസ് യു ആർ ഇൻ ദ സീൻ യു സ്ലോലി സ്റ്റാർട്ടഡ് ടു ലേൺ. It just happens automatically. It was in the system, it was engraved in the system, just came out. There was nothing injected or nothing pulled out. No. Was it surprising for you that our transformation, that I'm able to make these bold decisions on our life? Never ever, because I would have seen my grandfather. He's such a strong person. ഞാൻ പണ്ട് 8 വയസ്സുള്ളപ്പോൾ ഗ്രാൻഡ് അടുത്ത സ്കൂളിലൊക്കെ പോയി പ്രസംഗിക്കാനൊക്കെ പോകുമായിരുന്നു. അന്ന് ആലപ്പുഴ എൻ്റെ തറവാട് വീട്ടിൽ നിന്ന് ഒരു 8 വയസ്സുകാരിയെ അക്രോസ് ഉള്ള സ്കൂളിൽ കൊണ്ടുപോകാൻ പോലും ആരുമില്ല. ഐ വാസ് എലോൺ അറ്റ് ഹോം. ഐ ഡോണ്ട് നോ വൈ, ബിക്കോസ് നോ ബഡി വാസ് ദെയർ അറ്റ് ഹോം. സെർവൻസ് വല്ലവരൊക്കെ കണ്ട് ഇറ്റ് വാസ് ബിഗ് ഹൗസ്. ഞാൻ നടന്ന് ഗേറ്റിൻ്റെ അവിടെ പോയി പിടിച്ചുകൊണ്ട് നിൽക്കുക. ഐ കനോട്ട് ഗോ ഔട്ട്. ഐ കനോട്ട് ആസ്ക് അവിടുത്തെ കെയർ ടേക്കറുണ്ട്, ഇല്ല അവിടെയെല്ലാം പോകാൻ പാടില്ല. ദാറ്റ്സ് ഇറ്റ്. ആൻഡ് ഐ എം ദെയർ. ബട്ട് ഐ കുഡ് സ്പെയറിംഗ്ലി ഹിയർ മൈ ഗ്രാൻഡ് ഫാദർ ഓവർ ദ മൈക്ക്. അപ്പം കൊള്ളാമല്ലോ ഗ്രാൻഡ് അങ്ങനെ കപ്പിൾ ഓഫ് ഇൻസിഡൻസേ ഉണ്ടായിട്ടുള്ളൂ. അമ്പലത്തിൽ അദ്ദേഹം പ്രസംഗിക്കുന്ന കണ്ട് കാണും. പക്ഷേ ഒരുപാട് കാണാനോ കേൾക്കാനോ ഉള്ള അവസരങ്ങൾ പോലും അന്നുണ്ടായിരുന്നില്ല. അപ്പം എന്നും വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ഗ്രാൻഡ് ഫാദറിനെ എല്ലാ വീക്കിലും ഞങ്ങൾ ആലപ്പി വീട്ടിൽ പോവും. അപ്പോൾ ഞങ്ങൾ പിള്ളേരൊക്കെ ദൂരെ നിന്ന് അങ്ങനെ വീഴ്സേ കൊട്ടക എന്നാണ് പറയുന്നത്, ഫോർ ഹിസ് റൂം ഏരിയ. അതിൻ്റെ അടുത്ത് പോലും പോകത്തില്ല. ഇവിടെ എവിടെയെങ്കിലും മാറി നിന്ന് അങ്ങനെ രാവിലെ തൊട്ട് അങ്ങനെ ഹീ സച്ച് എ സ്ട്രോങ് പേഴ്സൺ. നല്ല രാവിലെ തൊട്ട് ഹീൽ ടേക്ക് കൺട്രോൾ ഓഫ് ദ എൻ്റയർ സിറ്റുവേഷൻ. സോ ഇതൊക്കെ ഇവിടെ നിന്ന് കാണാനേ പറ്റുള്ളൂ. അതേമാതിരി അച്ഛൻ വാസ് ഓൾസോ വെരി സ്ട്രോങ് ഇൻ മാനേജ്മെൻറ്റ് ആൻഡ് തിങ്സ്. എറ്റക്കൻ യു ആർ വാച്ചിങ്, ബട്ട് യു ആർ വാച്ചിങ് ഹോൾ ഓഫ് യുവർ ലൈഫ്. It was nothing new to me. I was never putting the camera from that side into me to analyze me or to understand me or to bifurcate me into parts. Vendi vannattilla. I do every single bit as to what I think it is right or wrong. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ വൈകിട്ട് വേണോ വേണ്ടായോ എന്നൊന്നും ആലോചിക്കേണ്ട ആവശ്യം വരത്തില്ല. ശരിയേ ചെയ്യുള്ളൂ. ചിലപ്പോൾ പിന്നെ വല്ലതൊക്കെ ഡയലോഗ് നമ്മൾ ചിലപ്പം ഫാമിലിയിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഈ ഡയലോഗ് നമ്മൾ ഇന്ന് ഇത് പറഞ്ഞ് നമുക്ക് മാറ്റി പറയാമായിരുന്നോ എന്ന് തോന്നും. ക്രൂക്കഡ് വേ ഓഫ് ആൻസറിങ് തിങ്സ് അങ്ങനെയൊന്നും നമുക്ക് പറ്റില്ല പെട്ടെന്ന്. അത് കഴിഞ്ഞ് തിരിച്ച് പക്ഷേടാ നമുക്ക് അങ്ങനെ പറഞ്ഞാൽ കൊള്ളായിരുന്നു അല്ലേ. അങ്ങനെ ഒരു ക്രൂക്കഡ് വേയിൽ തിങ്ക് ചെയ്യാൻ ഐ ഹാവ് ടു കം ബാക്ക് ആൻഡ് ഓർഗനൈസ് മൈ സെൽഫ് ടു സെറ്റ് ആൻ ആൻസർ. അല്ലാതെ വേറെ ഒന്നിനു വേണ്ടി വന്നിട്ടില്ല.
പലതിനും. ഇപ്പം സ്റ്റാർട്ടിങ് ഫ്രം ദ മെട്രോ കേസ് പീപ്പിൾ വിൽ ബ്ലെയിം മീ, ബീന യു ഡിഡ് സംതിങ് കംപ്ലീറ്റ്ലി റോങ്. ഐ സെഡ് നോ. വേറെ വല്ലവരുടെയും കാര്യത്തിൽ, വീട്ടിലെ കാര്യത്തിൽ നിങ്ങൾ ചെയ്തത് അത്ര ശരിയായില്ല. നോ, ഇറ്റ് ഈസ് ഞാൻ ചെയ്തത് എൻ്റെ ബെസ്റ്റും എൻ്റെ കംപ്ലീറ്റ് സെൽഫുമാണ്. എനിക്ക് എൻ്റെ ബെസ്റ്റും കംപ്ലീറ്റ് സെൽഫിൽ ചെയ്യാനൊക്കത്തില്ല. ഐ കനോട്ട് ഡു യുവർ ബെസ്റ്റ് ആൻഡ് യുവർ കംപ്ലീറ്റ് സെൽഫ്. നോ, എൻ്റെ ബെസ്റ്റും എൻ്റെ കംപ്ലീറ്റ് സെൽഫും ഓരോ ഏരിയയിലും എൻ്റെ എപ്പോഴും കണ്ടു കാണും. സോ ഐ കുഡ് റിഗ്രറ്റ് ടു എനി ക്വസ്റ്റ്യൻ എനിവെയർ എവ്രിവെയർ. ഐ കുഡ് സേ നോ, ഐ ഡിഡ് മൈ ബെസ്റ്റ്. റിഗ്രറ്റ് ചെയ്യേണ്ടി വന്നിട്ടേ ഇല്ല നാളിതുവരെ. എനിത്തിങ്, ട്രീറ്റിംഗ് മൈ ഹസ്ബൻഡ് ഓർ എനിത്തിങ്, എൻ്റെ ബെസ്റ്റ്. അങ്ങനെ അവിടെ നിർത്തിക്കൊണ്ട് ഞാൻ സ്കൂളും നോക്കും, കടയും നോക്കും. സംബഡി ഈസ് ടു ബ്ലെയിം മീ. അച്ഛനൊന്നും പറയത്തില്ല. അച്ഛൻ പറഞ്ഞാൽ ഹീൽ ട്രൈ ടു സപ്പോർട്ട് മീ, അതർവൈസ് ഹി വിൽ നോട്ട് ലെറ്റ് മീ നോ. എനിക്ക് വഴക്ക് കിട്ടിയാലും തിരിച്ച് പറയുന്ന മാനേജേഴ്സിൻ്റെ അടുത്തൊക്കെ എന്നെ അങ്ങനെ സപ്പോർട്ട് ചെയ്യാനേ നോക്കുകയുള്ളൂ. അപ്പോൾ ആദ്യം പറയും, ബീന എന്തിനാ സൂറത്ത് പോകുന്നത്? സൂറത്ത് പോയാൽ ക്യൂരിയ സാരിയൊക്കെ തരും, എല്ലാ സാരിയും എടുക്കണം, റിട്ടേൺ സമ്മതിക്കത്തില്ല. അപ്പോൾ ഒരു 30-50 കൊല്ലം മുമ്പ് സൂറത്ത് പോകുന്നത് വലിയ തെറ്റായിരുന്നു. അപ്പോൾ അന്ന് പോലും ഞാൻ ഇറങ്ങി അങ്ങ് പോകും. ഞാൻ അച്ഛാ ഞാൻ പോകുന്നത് എന്ന് പറഞ്ഞിട്ടൊക്കെ പോകും. അപ്പോൾ മാനേജർ പറയും, ബോംബെയിലെ മാനേജർ പറയും, ഇല്ല ഇവിടെ ബോംബെയിൽ നിൽക്കുന്ന ബെസ്റ്റ്, യു ഗെറ്റ് യുവർ കളർ സെലക്ഷൻ. അവിടെയാണെങ്കിൽ കീറിയത് വരും, റിട്ടേൺ ഇല്ല, കളർ സെലക്ഷൻ കിട്ടില്ല, യു ആർ ഗോയിങ് ടു ഗോ ഇൻ ദ റോങ് വേ. ഐ കെപ്റ്റ് ഓൺ ഡൂയിങ്. തെറ്റ് പറഞ്ഞാലും അച്ഛൻ ബാലൻസ് ചെയ്തോളും. അങ്ങനെ പറ്റൂ. ബട്ട് there were people to blame you through, if not my father, somebody else. But it's okay. കരഞ്ഞു പോയ സമയങ്ങളുണ്ട്. ഡ്രോയിങ് റൂമിൽ ഇരുന്ന് കരഞ്ഞിട്ടുണ്ട്. ഈ മാനേജറൊക്കെ ഇരുന്നുകൊണ്ട് എന്നെ കുറ്റം പറയും. യു ആർ ഗോയിങ് ടു ഗോ ടു ന്യൂ പാർട്ടീസ്, യു ആർ ഡിനൈങ് ഐറ്റം ഫ്രം ദ ഓൾഡ് പാർട്ടി. ഇപ്പോൾ പേര് വരെ എനിക്കറിയാം. പഞ്ചരത്ന എന്നോ പറയുന്ന ഒരു പാർട്ടിയുടെ അടുത്ത് നിന്ന് സാധനം എടുക്കുന്നുണ്ടായിരുന്നു അറ്റ് ദാറ്റ് പീരീഡ്. അപ്പോൾ ഞാൻ പറയും, എനിക്ക് അവിടെ ഇഷ്ടമല്ല, ഐ ഹാവ് ടു ഡു സംബഡി എൽസ്. അപ്പോൾ അതൊരു തെറ്റായിട്ട് ബോംബെ മാനേജർ അച്ഛൻ്റെ അടുത്ത് അവതരിപ്പിക്കും. ഡ്രോയിങ് റൂമിൽ ഇരുന്ന് കുത്തിന്ന് വിങ്ങി കരഞ്ഞിട്ടുണ്ട് ഇതിനൊക്കെ. ഇല്ല, എനിക്ക് അയാളെ ഇഷ്ടപ്പെട്ടില്ല, ആൻഡ് ദാറ്റ്സ് ഇറ്റ്. എനിക്ക് വേറെ ഇൻകം ഒന്നുമില്ല. ഐ മീൻ ഐ എം നോട്ട് ഗെറ്റിംഗ് എനി കട്ട് ഓർ എനിത്തിങ് ഔട്ട് ഓഫ് ഹെം. ബട്ട് ഈ പറയുന്നവരൊക്കെ എല്ലാവരും കട്ട്സ് എടുത്ത് കാണാം. എല്ലാവർക്കും വേറെ ഇൻകമും ഉണ്ട്, വിച്ച് ഐ ഡോണ്ട് ഹാവ്. ഇപ്പോൾ ബ്രദേഴ്സ് തമ്മിലാണെങ്കിൽ പോലും 500 രൂപ സാരിയുടെ മുകളിൽ വാങ്ങിക്കുന്ന സിസ്റ്റം ഗോസ് ഓൺ ഇൻ ദ ഇൻഡസ്ട്രി ഫോർ മെനി എ ലോങ് ടൈം. ഐ ഡോണ്ട് ഡു എനി സച്ച് അൺറൂളി തിങ്സ്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് എൻ്റെ ബില്ലിൽ ഇട്ട് തന്നേരെ. 5 രൂപ കുറച്ച് തന്നാൽ ബില്ലിൽ തന്നേരെ. സോ നോ, നത്തിങ് ടു റിഗ്രറ്റ്. മാനസികമായിട്ട് ഒരു ബിസിനസ് ഏറ്റെടുക്കണം എന്നൊരു തയ്യാറെടുപ്പുണ്ടായിരുന്നു. ആക്സിഡന്റലി ബൈ ഡിഫോൾട്ട് വന്നതാണ്. Accidentally by default is the quick answer. Accidentally by default I came into അതെ. There was no planning. 1980 ഞാൻ ഡിഗ്രി പാസ്സായി കഴിഞ്ഞപ്പോൾ I was a studious student. റാങ്ക് 1 ആണ്. ലൈക്ക് യു ക്യാൻ വാക്ക് ഇൻ ടു മെഡിക്കൽ കോളേജ്. ആദ്യം അഡ്മിഷൻ ഒന്നും വേണ്ട, ബിക്കോസ് എനിക്ക് അവിടെ ഒരു ചാർട്ട് ഇട്ട് കഴിഞ്ഞാൽ എൻ്റെ പേരെ ആദ്യം വരുള്ളൂ. ഹയസ്റ്റ് മാർക്ക് ഐ വിൽ ബി ദ ഫസ്റ്റ്. സോ ലോക്കൽ മൈ കാർ വിൽ ഡ്രോപ്പ് മീ. അത്രയ്ക്ക് അങ്ങനെ ഒരു വണ്ടിയൊക്കെ അന്ന് അച്ഛൻ തരും. അപ്പോൾ അങ്ങനെയുള്ളത് കൊണ്ട് ഒരിക്കലും ആ സമയത്ത് ജോലിക്ക് പോകണമെന്ന് വിചാരിച്ചിരുന്നില്ല. ഐ വാസ് വാണ്ടിങ് ടു സ്റ്റഡി മോർ അറ്റ് ദാറ്റ് പോയിന്റ്. എങ്ങനെ ഈ റീറ്റെയിൽ രംഗത്തേക്ക് വരാനുണ്ടായ ഒരു ഇതുണ്ടായിരുന്നു? അച്ഛന് ഒരു സെക്രട്ടറി വേണമെന്ന് പണ്ടേ പറഞ്ഞിരുന്നു. അപ്പോൾ പഠിക്കാൻ എവിടെയും വിടുന്നില്ല എന്ന് വന്നപ്പോൾ ദെൻ ദ ഫസ്റ്റ് ഓപ്ഷൻ, ഓക്കെ ഷാൽ ഐ കം ഇൻ ടു ദ സ്റ്റോർ. അവർ സമ്മതിച്ചില്ലെങ്കിലല്ലേ പിന്നെ പുറത്തോട്ട് പോകാനൊക്കത്തുള്ളൂ. ദർ വാസ് നോ വുമൻ അറ്റ് ദാറ്റ് ടൈം വർക്കിംഗ്, ആൻഡ് എസ്പെഷ്യലി ഫ്രം ആർ കാസ്റ്റ് no women was working at that time. ഇങ്ങനത്തെ ലോകമേ അല്ല അന്ന്. There was no women in the working area, hardly any few people. ടീച്ചേഴ്സ് കാണും. അങ്ങനെ ഇവിടെ കുറച്ച് പേര്. IT ഇത്ര പോപ്പുലർ അല്ല. അപ്പം IT ഇല്ല എന്ന് ആലോചിച്ചാൽ പിന്നെ ആരാ ജോലിക്ക്? ബാങ്ക് റെയറായിട്ടേ പെണ്ണുങ്ങളുള്ളൂ. സോ ഞങ്ങളുടെ ആളുകൾ ആരും ജോലിക്കും പോയിട്ടില്ല, പെണ്ണുങ്ങൾ. സോ അങ്ങനെയുള്ളൊരു സമയത്ത് നമ്മുടെ കട കയറ്റുമെന്ന് എനിക്കറിയില്ലായിരുന്നു. അവൻ ജോലിക്ക് വരട്ടെ എന്ന് ചോദിച്ചു, ആൻഡ് ഹി സെഡ് യെസ്. And looking back, do you regret the decision or you? No, I really enjoy, and I'm happy that I could follow the request of my parents and my father, so that I'm far better off than anybody and everybody around. ഇപ്പോൾ ഞാൻ വേറെ ഏതൊരു ജോലിക്ക് പോയിരുന്നെങ്കിലും അത് എൻ്റെ കൺട്രോളിലല്ലായിരുന്നിരിക്കാം. ഡോക്ടർ, യു ആർ അറ്റ് ദ മേഴ്സി ഓഫ് മെനി പീപ്പിൾ, ആൻഡ് നൗ യു ഹാവ് ദ, ഇപ്പം നമ്മൾ കുത്തിക്കൊല്ലുമെന്ന് വരെ പേടിയാണ് ഇപ്പോഴത്തെ കണ്ടീഷനിൽ. പോട്ടെ, അല്ലെങ്കിൽ തന്നെ ഒരു സീനിയർ ഡോക്ടർ, കാർഡിയോളജി, പൾമനോളജിസ്റ്റ്, ഇവരൊക്കെ പറയണ കേട്ടിട്ട് വേണം ഒരു ജനറൽ ഫിസിഷ്യൻ ജോലി ചെയ്യാൻ. അന്ന് അത്ര കോർഡിനേഷൻ ഇല്ലെങ്കിൽ പോലും
മോർ ഓർ ലെസ് ഇറ്റ് ഈസ് റിക്വയർഡ്. അപ്പം എല്ലാ ഫീൽഡിലും അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട്. യുനോ ഐ എം റാദർ എ ലീഡർ ആസ് മേ ബി ഞാൻ എന്നെ അങ്ങനെ ഓർഗനൈസ് ചെയ്തുകൊണ്ടായിരിക്കാം ഒരു ഗ്രൂപ്പിനകത്ത് പോയി ഞാൻ എത്ര നന്നായി ജോലി ചെയ്യുമെന്ന് എനിക്ക് എപ്പോഴും പേടിയുണ്ട്. ഇപ്പം നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാളായിട്ട് ഞാൻ നന്നായിട്ട് ജോലി ചെയ്യുമോ എന്ന് ഇപ്പോൾ ചോദിച്ചാൽ ഇല്ല എന്ന് വളരെ സ്പഷ്ടമായിട്ട് പറയാം. ഞാൻ തെറിച്ചിങ്ങി പോരും. അപ്പോൾ അത് തെറിച്ച് നിൽക്കാൻ പറ്റില്ലല്ലോ, then യു ആർ ത്രോൺ ഔട്ട് സൈഡ് അല്ലേ. അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ ആയതുകൊണ്ട് അങ്ങനെ പറ്റാത്തതായിരിക്കാം. പക്ഷെ ഇങ്ങനെയൊരു സീന് എനിക്കിപ്പോൾ ഇപ്പോൾ ഐ ടിക്കാരൊക്കെ ഗ്രൂപ്പ് ഫോം ചെയ്ത് ദേ ആർ ദ ഗ്രൂപ്പ് ലീഡേഴ്സ് ആൻഡ് ദേ ആർ കൺട്രോളിങ് സോ മെനി പീപ്പിൾ ആൻഡ് ദേ ആർ ടോക്കിംഗ് നൈസ് ടു എവറിബഡി അറൗണ്ട്. ഓക്കെ, ഇറ്റ്സ് നോട്ട് മീ അറ്റ് ദ മൊമെൻറ്റ്. ഐ കനോട്ട് ഈവൻ തിങ്ക് ഓഫ് ദാറ്റ്. പിന്നെ എന്താ വക്കീൽ? ഓക്കെ, കോർട്ടിൽ പോയിട്ട് എത്ര നാളൊരു കേസ് പറഞ്ഞ് നിൽക്കണം. വക്കീലുണ്ടായിരുന്നു, ഹൗസ് മേക്കറിന് പഠിക്കാൻ പോകാമെന്നുണ്ടായിരുന്നു. മെഡിസിൻ ആയിരുന്നു എൻ്റെ ഹയസ്റ്റ് പോയിൻ്റ്. അതിലിപ്പം എത്ര പഠിച്ചാലും തീരൂല. വല്ലവരെയും താഴെ ഒരു ഹോസ്പിറ്റലിൽ തന്നെ പൂട്ടിയിട്ടോ തുറന്നിട്ടിട്ടോ വരാനൊക്കത്തില്ല. ഇപ്പം ഞാൻ ഇറങ്ങിപ്പോകും. ദാറ്റ്സ് ഇറ്റ്. I have the freedom. I work 24/7. I can also move out.